സുനിലിനി കേരള നിയമസഭയിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. 9-ാം തീയതി തെരഞ്ഞെടുപ്പാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, കോൺഗ്രസ് പുറത്താക്കിയ ബലാത്സംഗ ആരോപണത്തിൽ കേസ് നിലവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അവസാന ലാപ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു വക്താവ് എന്ന നിലയിൽ തന്നെ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. എന്തായിരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത്തരമൊരു സർജിക്കൽ സ്ട്രൈക്കിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം? ആർക്കൊക്കെയാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസാന ലാപ്പിലെ ഈ സർജിക്കൽ സ്ട്രൈക്കിൽ ഇരയാകുന്നത്? അപ്പം ഹാരി പ്രയോഗിച്ച ആ പദം സർജിക്കൽ സ്ട്രൈക്ക് തികച്ചും എന്തുകൊണ്ടും ആപ്റ്റാണ് ആ പദം. കാരണം ഈ അവസാന നിമിഷം വെറും 48 മണിക്കൂറുകൾ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അവശേഷിക്കൂ എന്നിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ പ്രസക്തി എല്ലാവരെയും, സ്വന്തം പാർട്ടിയെയും ഇടതുപക്ഷത്തെയും BJPയെയും പൊതുസമൂഹത്തെയും ഞാനിവിടെ ഉണ്ട് എന്ന് അദ്ദേഹം വ്യക്തമായി അറിയിക്കുന്ന ഒരു സർജിക്കൽ ഒരു മാങ്കൂട്ടത്തിൽ സർജിക്കൽ സ്ട്രൈക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. കാരണം ഇപ്രകാരം ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ശക്തമായ ഭാഷയിൽ പറയേണ്ടുന്നത് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെയും കൂടെ ഒരു പ്രശ്നമാണ്. അന്നേരം അതിൽ ഇപ്പോൾ ഹാരി ചോദിച്ചതുപോലെ ഈ സർജിക്കൽ സ്ട്രൈക്കിൽ പണി കിട്ടുന്നത് അല്ലെങ്കിൽ പരിക്കേൽക്കുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാവും, LDFിനുണ്ടാവും, BJPക്കും ഉണ്ടാവും. എത്തരത്തിലാണ് LDF? കോൺഗ്രസിൻ്റെ കാര്യം നമുക്ക് വിടാം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നിഷേധിച്ചത് തന്നെ ഈ ഒരു ആരോപണം ഉന്നയിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ്. മാത്രമല്ല അവസാന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുവരെയുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. എത്തരത്തിലാണിത് CPIMനെ ബാധിക്കുക? CPMനെ ബാധിക്കുക എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ ഈ ക്യാമ്പയിന് മുമ്പ് ഏതാണ്ട് 5.5 മാസം മുമ്പ് തന്നെ ITV ന്യൂസിൻ്റെ 100 കണക്കിന് വീഡിയോകളിൽ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. VD സതീശനും പിണറായി വിജയനും തമ്മിൽ ഒരു കൃത്യമായ ഒരു സഖ്യമുണ്ടെന്നും അജണ്ട ഉണ്ടെന്നും ഇടതുപക്ഷത്തിൻ്റെ ഒരു രക്ഷകനായി വർത്തിക്കുന്ന ഒരാളാണ് VD സതീശനെന്നും VD സതീശൻ കൃത്യമായൊരു നിർദ്ദേശം രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്ന് കിട്ടി. ഇത്തവണ നിങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ മെയിൻ കഥാപാത്രമായി നയിക്കുക, പക്ഷേ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ക്ലെയിം ചെയ്യരുതെന്നൊരു അഡ്വാൻസ്ഡ് ആയിട്ട് ഇദ്ദേഹത്തിനൊരു ഉപദേശം നൽകിയപ്പോൾ മുതൽ ഇദ്ദേഹം VD സതീശനെ സംബന്ധിച്ചോളം ഇദ്ദേഹത്തിനൊരു ഒരു ഗെയിം പ്ലാൻ അതായത് ഉണ്ടായിരുന്നു. അത് ഇടതുപക്ഷ പാർട്ടിക്ക് അനുകൂലമാകുന്ന വിധത്തിൽ, പ്രത്യേകിച്ച് ആൻറ്റി ഇൻക്യുംബൻസി ഫാക്ടർ വളരെ ഈ 2ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം വളരെ ശക്തമായി നിൽക്കുന്ന ആ സമയം ആ ആൻറ്റി ഇൻക്യുംബൻസി ഒരു ഭരണകൂട വിരുദ്ധ വികാരം കുറയ്ക്കുവാൻ പറ്റാവുന്ന തരത്തിലുള്ള വിഷയം എടുത്തു കൊടുക്കുക എന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു അജണ്ടയായിരുന്നു. അതുകൊണ്ടാണ് ഈ രാഹുൽ വിഷയത്തിൽ ഊർതി കത്തിച്ച് ആളെ കത്തിച്ച് അതിട്ട് കൊടുത്തു. കഴിഞ്ഞ 5.5 മാസം ഈ വിഷയം തന്നെയാണ്. അതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അവർക്ക് ശ്രദ്ധ തിരിക്കുവാൻ ഏറ്റവും സഹായകരമായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലാണ്. ഇപ്പോൾ പോലും ആ വിഷയത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടാതെ പോകുന്നു. അങ്ങനെ അതിനെ തുടർന്ന് ഇപ്രകാരം ആരോപണം വന്നപ്പോൾ തന്നെ പിണറായി വിജയൻ അതിനകത്ത് എടുത്ത ചില നിലപാടുകൾ, പരാതിക്കാരും വെറും ഉണ്ടയില്ലാവിടി മാസങ്ങളോളം ഏതാണ്ട് 100-150 ദിവസം ഇതുപോലെ പരാതിക്കാരും ആരോപണങ്ങളിൽ മേൽ മാത്രം പോയി. ഈ പരാതിക്കാരും ആരുമില്ലെന്നിരിക്കെ വെറും യാതൊരു വിശ്വാസയോഗ്യതയുമല്ലാത്ത ആ മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാരുടെ ചാനലിലൂടെ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ VD സതീശൻ ഇയാളുടെ സംസ്ഥാന പദവിയിൽ നിന്ന് എടുത്തു കളഞ്ഞു, പാർട്ടിയുടെ പ്രാഥമിക ഘട്ടത്തിൽ താൽക്കാലികമായി മാറ്റി. ഇങ്ങനെയെല്ലാം നടപടിയെടുത്ത് ഏറ്റവും കൂടുതൽ രാഹുലിനെ എതിർത്തയാള് സതീശനാണ് ഇപ്പോഴും അതിന്റെ. അതെ, അന്നേരം സതീശനെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ ഭാഗം പോലും കേൾക്കാതെ ഏകപക്ഷീയമായ രീതിയിൽ എൻ്റെ നിലപാട് ബോധ്യം എന്നും പറഞ്ഞ് കടലിരമ്പി വന്നാൽ പോലും എൻ്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം അത്ര അഡമന്റ് ആയിട്ട് നിന്നൊരു ഓർമ്മയുണ്ട്. പുറകെ നടന്ന് വേട്ടയാടിയതാണ്. അതെ, അതുപോലെ തന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പിണറായി വിജയനെ നമുക്ക് കുറ്റം പറയത്തില്ല. പ്രതിപക്ഷം നിലയ്ക്ക് അവർക്ക് അടിക്കാൻ വാടി കിട്ടിയാൽ അവർ തീർച്ചയായിട്ടും ഉപയോഗിക്കും. ഇപ്രകാരം ഒരു അവസരം കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? പിന്നീട് SIT ഫോം ചെയ്യുന്നു. SIT ഗർഭം അന്വേഷിച്ച് നാടൊട്ടുക്കും നടക്കുന്നു, എന്നിട്ടും ക്ലിയർ ആകുന്നില്ല. അവസാനം വീണ്ടും
ഒരു പരാതിക്കാരി രംഗത്തെത്തുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി ചർച്ച ചെയ്യുന്നു, മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ചയെ തുടർന്ന് DGPക്ക് അത് കൊടുക്കുന്നു. അപ്രകാരം അന്തരം പൊതുവെ ചോദ്യം ഉയർന്നു, ഇത് ഇവിടെ പോലീസ് സംവിധാനമുണ്ടെന്നിരിക്കെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വന്നപ്പോൾ തന്നെ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം അത് അവരെ പ്രതിരോധത്തിലാക്കുന്നതായി. പിന്നീട് അതിനുശേഷം ഇയാളെ വേട്ടയാടാനായിട്ട് സംസ്ഥാനം ഒട്ടുക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും SIT ഓടുന്നു, പായുന്നു, അത് വലിയ പ്രൊപ്പഗണ്ട നടക്കുന്നു. അവസാനം അത് കോടതിയിൽ സെറ്റ് ബാക്ക്, അതായത് ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ, ഒരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഏറ്റവും കീഴ്ക്കോടതിയിൽ നിന്ന് തള്ളിയപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്നും പൂർണ്ണമായും പുറത്താക്കുന്ന നടപടി VD സതീശൻ ഇവിടെ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ സർക്കാർ അതിനെതിരെ അപ്പീൽ പോകുന്നു. അങ്ങനെ കോടതികളിൽ വീണ്ടും ഇത് വ്യവഹാരം നടത്തിയെങ്കിൽ പോലും ആ 3 കേസുകളിലും തുടരുന്ന 3 കേസുകളിലും കോടതിയിൽ എന്താണോ ഇദ്ദേഹത്തിനെതിരെ ആരോപിച്ചത് അത് നിലനിൽക്കില്ല എന്ന് കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അതോടുകൂടി തന്നെ അത് CPM-ന് വളരെയേറെ സെറ്റ് ബാക്ക് ഉണ്ടായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളെല്ലാം കരുതി ഇത് പിണറായി വിജയൻ സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പാറാകുമ്പോൾ ഈ കാലാകാലങ്ങളായി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷമാണ് ഈ പെൺവിഷയങ്ങളുമായി വരുന്നത്. അതുപോലെ തങ്കമണി മുതലുള്ള തങ്കമണി, സൂര്യനെല്ലി, സരിതാ വിഷയം, അങ്ങനെ ഇതും അതുപോലെ പിണറായി വിജയൻ ഇറക്കിയ ഒരു കഥയാണ് എന്ന് ജനങ്ങൾ വിശ്വസിച്ചാണ് തദ്ദേശത്തിൽ CPM-ന് ഇതുപോലൊരു അടി കിട്ടിയത്. എന്നാൽ ഇത്തവണ CPM-നും അത് വളരെയേറെ ദോഷം ചെയ്യും. പിണറായി വിജയനും പിണറായി സർക്കാരിൻ്റെ ആ ക്യാമ്പയിനെയും പ്രതിരോധിക്കുവാൻ UDF-ന് കഴിഞ്ഞിരുന്നില്ല. കൃത്യമായ കണക്കുകളും കൃത്യമായ തെളിവുകളും നിരത്തി കൺവിൻസിങ് ആവുന്ന രീതിയിൽ പിണറായി വിജയൻ്റെ PR ടീമിൻ്റെ ആ ക്യാമ്പയിനെ പൊളിക്കുവാൻ ആർക്കും സാധിച്ചില്ല. എന്നാൽ ഈ കഴിഞ്ഞ 2-3 ദിവസം ചെറിയ 2 വീഡിയോയുമായി വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ വീഡിയോ മാത്രം മതി, അത് തീർച്ചയായിട്ടും പിണറായി വിജയന്റെ അടിത്തറ ഇളക്കുമെന്ന കാര്യത്തിൽ യാതൊരു വീഡിയോ കണ്ട ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നില്ല രാഹുലിനെ പോലെ അത്രയും ഫാക്റ്റ് വെച്ചിട്ട് കൃത്യമായി കണക്ക് പറഞ്ഞ് അതിനെ LDF-ന്റെ ആരോപണങ്ങളുടെ മുനയൊടിക്കാൻ തക്ക വിധമുള്ള ഒരു നേതാവ് കോൺഗ്രസിലില്ല എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. അദ്ദേഹം ഈ LDF ഉയർത്തിയ എല്ലാ ആരോപണങ്ങളെയും കണക്ക് വെച്ചിട്ടാണ് അദ്ദേഹം പ്രതിരോധിക്കുന്നത്. ക്ഷേമ പെൻഷൻ്റെ കാര്യമായാലും പവർ കട്ടിൻ്റെ കാര്യമായാലും മെട്രോയുടെ കാര്യമായാലും കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ കാര്യമായാലും യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് നേതാക്കൾ ഭയക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഗണേശനുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് രാഹുൽ മാങ്കൂട്ടം പൊടുന്നനെ പ്രത്യക്ഷപ്പെടുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ. അതിനുശേഷം അദ്ദേഹം തുടർച്ചയായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാലിനോട് മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ആരായുകയും അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്കിത് എന്ത് ചെയ്യാൻ കഴിയും, പാർട്ടി പുറത്താക്കിയ ഒരാൾ പറയുന്നത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പക്ഷേ നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ആരും രാഹുലിനെ തടയുന്നില്ല. സുനിൽ പറഞ്ഞതുപോലെ തന്നെ VD സതീശനടക്കം നേരത്തെ വലിയ പ്രതിരോധം ഉയർത്തിയതാണ്. ആരും രാഹുലിനെ എന്തുകൊണ്ട് കോൺഗ്രസിനകത്ത് നിന്ന് ഈ അവസാന ലാപ്പിൽ തടയുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അതെ, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന്റെ ഗതികേടാണത്. കാരണം ഈ കഴിഞ്ഞ 6 മാസം ഇത്രത്തോളം ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ബലാത്സംഗ പരാതികളടക്കം ഉന്നയിച്ചിട്ടും ഇയാളെ തകർക്കാനും തീർക്കാനും സകല മാധ്യമങ്ങളുടെ സംവിധാനവും സർക്കാർ മെഷീനറി ഉപയോഗിച്ചും തകർക്കാൻ ശ്രമിച്ചിട്ടും ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആളുടെ ഒരു പോസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് കണ്ടത് 1.5 മില്യണാണ്. 10-15 ലക്ഷം പേരാണ് നേരം ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് തന്നെ കാണുന്നത്. അത് ആ വീഡിയോ ആ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ തന്നെ ശ്രദ്ധിക്കുക. CPM-ന്റെ മൂട്ടിന് തീയിട്ട പോരാളി വീണ്ടും. അതെ, 10,000-കണക്കിന് ആളുകളാണ് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. കാരണം ആളുകൾ പറയുന്നത് ഇതുപോലെ കൃത്യമായ ശക്തമായ ഒരു മറുപടി കൊടുക്കുവാൻ കോൺഗ്രസിൽ ഇതുപോലൊരു ആൺകുട്ടിയേ ഉള്ളൂ, രാഹുൽ മാങ്കൂട്ടം അല്ലാതെ വേറൊരു ആൺകുട്ടിയില്ല എന്ന് അവര് റീഇൻഫോഴ്സ് ചെയ്ത് ഉറപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ആ പോസ്റ്റിങ്. അന്നേരം ഇതുകൊണ്ട് തന്നെ അന്നേരം ഒരു ചോദ്യം വരുന്നു, എന്തുകൊണ്ടാണ് VD സതീശനും UDF-ലെ ഉപജാപ സംഘങ്ങളും ഈ രാഹുൽ മാങ്കൂട്ടത്തെ തീർക്കുവാൻ ശ്രമിച്ചത് എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. കാരണം ഇപ്പോഴത്തെ മൗനം, ഇപ്പോൾ ഇവരുടെ കാരണം അത് ഗതികേടിന്റെ മൗനമാണ്. അന്നേരം ഇവരിതുപോലെ അന്ന് ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം നഷ്ടപ്പെടുത്തുവാൻ എന്താണോ ചെയ്തത് അതേ പണി തന്നെ ഈ പ്രാവശ്യവും ഈ രാഹുൽ വിഷയത്തിൽ അവർ ചെയ്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർ രാഹുലിനെ ഭയക്കുന്നു. കാരണം ഇതുപോലെ കൺവിൻസിങ് കപ്പാസിറ്റി ഉള്ള ഒരു ചെറുപ്പക്കാരൻ പ്രസംഗിച്ചാലും തീപ്പൊരി പ്രസംഗം ആളുകൾ ഒരു കമന്റ് വസ്തുതകൾ വെച്ചിട്ടുകൊണ്ടാണ് ചുമ്മാ ഈ സതീശൻ പറയുന്ന പോലെ നുണകളല്ല. ഇയാള് വാ തുറന്ന് സാധനം പറഞ്ഞാൽ നുണയെ പറയത്തുള്ളൂ, ആളുകൾ വലിച്ചു കീറുന്ന അവസര. ആ സതീശന്റെയും
രാഹുലിന്റെയും ഒരു കോൺട്രാസ്റ്റ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ രണ്ടുപേരും ഒരു വിഷയത്തിൽ അവർ പറയുന്ന അവരുടെ ആ സമീപനമാണ്. അത് എത്രത്തോളം ഫാക്ട് നിറച്ച് കൃത്യമായ ടു ദ പോയിന്റ്, മാറ്റർ ഓഫ് ഫാക്ട് ആയിട്ട് അതെ അതെ നല്ല തെളിവുകളായിട്ട് ഓരോ വിഷയത്തിലും ഇവന്മാരുടെ പിരിവെട്ടിക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് അദ്ദേഹം കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജനങ്ങൾ അന്നേരം ജനങ്ങളുടെ മുന്നിൽ ഇവന്മാർ മറയിട്ട് വ്യക്തിഗത നശിപ്പിക്കാൻ തുടങ്ങിയ രാഹുൽ ഈ സർജിക്കൽ സ്ട്രൈക്കിലൂടെ വന്ന് പറയുകയാണ് ഇപ്പോഴും ഞാൻ തന്നെ, അതായത് ഇതുപോലെ വിഷയങ്ങൾ വന്നാൽ കൈകാര്യം ചെയ്യണമെങ്കിൽ പ്രതിരോധിക്കുവാൻ ഞാൻ ഉണ്ട് ഇവിടെ. പക്ഷെ അയാൾ അതിന്റെ ക്ലെയിം ഉന്നയിക്കുന്നില്ല, പാർട്ടി നേതൃത്വത്തിനെ പ്രതിരോധത്തിലാക്കുന്നില്ല, ആരെയും നശിപ്പിക്കുന്നില്ല, എല്ലാവരെയും കവർ ചെയ്തുകൊണ്ട് തന്നെ ഭരണപക്ഷത്തിന്റെ വായടപ്പിക്കുന്ന രീതിയിൽ ഒറ്റയടിക്ക് മുന്നേറി നശിപ്പിക്കുന്ന രീതിയിൽ അത് കോൺഗ്രസ്സുകാരുടെ എല്ലാം മനസ്സ് കീഴടക്കി, പൊതുജനങ്ങളുടെ എല്ലാം മനസ്സ് കീഴടക്കി. ഈ വി.ഡി. സതീശനും സംഘവും അല്ലെങ്കിൽ ഇയാളുടെ അനുചരമിത്രം കെ മുരളീധരനായിക്കോട്ടെ, രാജ്മോഹൻ ഉണ്ണിത്താൻ ആട്ടെ, ഇവരൊക്കെ ഒരക്ഷരം മിണ്ടാതെ നിൽക്കുന്നതിന് ഗതികേടെന്ന് പറഞ്ഞാൽ രാഹുൽ പറഞ്ഞതിനെ കൗണ്ടർ ചെയ്യാൻ ഇവന്മാരുടെ പോയിന്റ് ഇല്ല. രാഹുൽ ആരാ പറയാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ഇവന്മാരോട് ഇവിടെ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ഒരു കമന്റ് പറയാം. അതായത് മത്സരിക്കുന്ന രാഹുലിനെ പിണറായി വിജയനും LDFും ഒരു മണ്ഡലത്തിൽ മാത്രം ഭയന്നാൽ മതിയായിരുന്നു. പക്ഷെ മത്സരിക്കാത്ത രാഹുലിനെ കേരളം മുഴുവൻ ഭയക്കണം എന്ന നിലയിലാണ് ഒരു കമന്റ്. അത്രത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയെടുത്തൊരു ഇമേജ് വളരെ വലുതാണ്. ഒരു ഈ സ്ത്രീ വിഷയം അല്ലെങ്കിൽ ബലാത്സംഗ പരാതി കൊണ്ടൊന്നും അതിനെ തകർക്കാനാവില്ല. ഹാരി പറഞ്ഞ പോയിന്റ് അത് പൂർണ്ണമാണെങ്കിൽ നമുക്ക് ആ രാഹുൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആ പിണറായി വിജയനോടുള്ള ചില ചോദ്യങ്ങളുമായി വിജയനാണ് വിളിക്കുന്നത്. അങ്ങനെന്നോ അല്ലെങ്കിൽ പിന്നെ ബഹുമാനപ്പെട്ടൊന്നുമില്ല. അന്നേരം ആ നടത്തിയ ആ രാഹുലിന്റെ ആ ഒരു വീഡിയോ കണ്ട ശേഷം ഉടനെ നമുക്ക് മടങ്ങി. തീർച്ചയായിട്ടും അത് കാണാം. ഒരു വളരെ ചെറിയ കഥ പറയാം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വികസന സംവാദത്തിന് ശ്രീ പിണറായി വിജയൻ ശ്രീ V.D. സതീശനെ വെല്ലുവിളിച്ചു. സംവാദത്തിന് തയ്യാർ, തീയതിയും സ്ഥലവും കുറിച്ചോളൂ എന്ന് പ്രതിപക്ഷ നേതാവ്. കഥ അവസാനിച്ചു. കഥ മാത്രമല്ല, സർക്കാരിന്റെ കാര്യവും അവസാനിച്ചു. പരസ്യ സംവാദത്തിൽ നിന്ന് മുങ്ങിയ മുഖ്യമന്ത്രി പിന്നെ പൊങ്ങിയത് CIDമാർ മാനേജ് ചെയ്യുന്ന ഫേസ്ബുക്കിലാണ്. ഇനി ആ ഫേസ്ബുക്ക് സംവാദം നോക്കാം. ഇരുണ്ട കാലമാണത്രേ. ഏത് കാലം? ശ്രീ ഉമ്മൻചാണ്ടി സാർ കേരളം ഭരിച്ചിരുന്ന 2011 മുതൽ 16 വരെ ഇരുണ്ട കാലമാണ്. മുഖ്യമന്ത്രി തുടങ്ങിയ ക്യാമ്പയിനാണ്. അതിനകത്ത് ആദ്യം തന്നെ പറയുന്നു, മുടങ്ങിയ ക്ഷേമം, 18 മാസം വരെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തിയ UDF കാലം. ശ്രീ വിജയ, നിങ്ങൾ എന്തൊരു വലിയ കള്ളനാണ്. പച്ചയ്ക്ക് ഇങ്ങനെ കള്ളം പറയാൻ നിങ്ങൾക്ക് ചില്ലറ ഉളുപ്പൊന്നും പോരാ. എത്ര കാലമായി ഫേസ്ബുക്കിലും നിയമസഭയിലും ചാനൽ ചർച്ചകളിലുമൊക്കെ പോരാളി ഷാജി തൊട്ട് പോരാളി വിജയൻ വരെ തേഞ്ഞൊട്ടിയ ക്യാപ്സൂളുമായിട്ടാണ് മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൽ എത്തിയിരിക്കുന്നത്. ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്ന ഏറ്റവും വലിയ കള്ളം ക്ഷേമ പെൻഷൻ തുടങ്ങിയത് നിങ്ങളാണെന്നാണ്. അത് തന്നെ തെറ്റാണ്. ശ്രീ ആർ ശങ്കർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് കേരളത്തിൽ ആദ്യമായി ക്ഷേമ പെൻഷനുകൾ തുടങ്ങുന്നത്. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ക്ഷേമ പെൻഷനുകളെ പറ്റി എടുക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കള്ളം 18 മാസം കുടിശ്ശിക വരുത്തി എന്നുള്ളതാണ്. AKG സെന്ററിലെ ക്യാപ്സൂൾ ഞാൻ പറയുന്നില്ല. പകരം കേരള നിയമസഭയിലെ നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യം നമ്പർ 371, 14ാം കേരള നിയമസഭ 5ാം സമ്മേളനം. ചോദ്യകർത്താവ് ശ്രീ M. സ്വരാജ്. ഉത്തരം നൽകുന്നത് കേരളത്തിന്റെ അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ PM തോമസ് ഐസക്. ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ക്ഷേമ പെൻഷനുകൾ എത്ര മാസം കുടിശ്ശികയുണ്ടായിരുന്നു എന്ന് തരംതിരിച്ചറിയിക്കാമോ? അതിന് മറുപടി തോമസ് ഐസക് പറയുന്നു, ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെയുള്ള ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ തുടങ്ങിയ പെൻഷനുകളുടെ ലിസ്റ്റ് പറയുകയാണ്. അതായത് 3 മാസത്തെ മാത്രം പെൻഷൻ തുകയെ നിങ്ങൾക്ക് എങ്ങനെയാണ് 18 മാസം എന്ന് പറയാൻ കഴിയുക? മാത്രമല്ല, 18 മാസക്കാലം പെൻഷൻ മുടങ്ങിക്കിടന്നാൽ ഏതാണ്ട് 7000ഓളം കോടി രൂപ ആ കുടിശ്ശികയായി നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ബഹുമാനായ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി 2017 അവതരിപ്പിച്ച ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നു 1000 കോടിക്കടുത്ത് മാത്രമാണ് മുൻ സർക്കാരിന്റെ കുടിശ്ശിക അടച്ചിട്ടുള്ളത് എന്ന്. മാത്രമല്ല, പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി സാർ വർധനവ് വരുത്തിയിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് എത്ര വലിയ കള്ളമാണ്. കേരളത്തിൽ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് മൾട്ടിപ്പിൾ പെൻഷൻ സമ്പ്രദായമായിരുന്നു. അതായത് ഒരാൾക്ക് 3 പെൻഷൻ വരെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് സിംഗിൾ പെൻഷനായി, ഒരാൾക്ക് പരമാവധി 1 പെൻഷൻ മാത്രം. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് 300 രൂപയായിരുന്ന പെൻഷൻ അത് അദ്ദേഹം തന്നെ 400 ആക്കി, 500 ആക്കി, 600 ആക്കി, 1000 ആക്കി, 1100 ആക്കി, 1200 ആക്കി, ഒരു പെൻഷൻ 1400 ആക്കിയതിനു ശേഷം മാത്രമാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ അധികാരം വിട്ടൊഴിയുന്നത്. ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് പെൻഷൻ മേഖലയിൽ വരുത്തിയ മറ്റൊരു വിപ്ലവകരമായ മാറ്റം 2011 ആണ്ട് വരെ കേരളത്തിൽ ആകെ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ എണ്ണം 16 ലക്ഷമായിരുന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് 34 ലക്ഷമായി മാറ്റി. മാത്രമല്ല, മറ്റു ചില ക്ഷേമ പെൻഷൻ 8 ലക്ഷം കൂടി കൂട്ടുമ്പോൾ 42 ലക്ഷം ആളുകൾക്ക് ഈ സർക്കാർ പെൻഷൻ കൊടുത്തിരുന്ന സർക്കാരിനെയാണ് ഉമ്മൻചാണ്ടി സാർ നയിച്ചുകൊണ്ടിരുന്നത്. ഇനി നിങ്ങളുടെ സർക്കാരിന്റെ പ്രത്യേകത എന്താണ്? ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് പെൻഷൻ കൊടുക്കുവാൻ വേണ്ടി പ്രത്യേകമായി പെട്രോളിനും ഡീസലിനും 2 രൂപ വീതം സെസ് ഏർപ്പെടുത്തിയത്. എന്നിട്ടും നിങ്ങൾ 4-5 മാസം പെൻഷൻ മുടക്കിയതിന്റെ ഭാഗമായിട്ട് ചക്കിട്ടപ്പാറയിലെ ജോസഫ് എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യം ഈ നാട്ടിലുണ്ടായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാപ്സ്യൂളാണ് പവർ കട്ടില്ലാത്ത കേരളം.
ശ്രീ വിജയനോട് ചോദിക്കുന്നു, പവർ കട്ട് ഒഴിവാക്കാൻ ഈ സർക്കാർ ചെയ്ത നടപടി എന്താണ്? എവിടെ നിന്നാണ് തുടക്കം? പവർ കട്ടില്ലാത്ത കേരളം എന്ന ക്യാമ്പയിൻ നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നത് 2016 ശ്രീ പിണറായി വിജയൻ മഴുവറിഞ്ഞുണ്ടായതാണ് കേരളം എന്ന് വിശ്വസിക്കുന്ന ഒരു സംഘം അല്പബുദ്ധികളായ വിജയൻ സേനക്കാർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രചരണം പവർ കട്ടില്ലാത്ത കേരളമാണ് വിജയന്റെ കാലമാണ്. ഒരു കാര്യം തിരിച്ചു ചോദിച്ചോട്ടെ, കേരളത്തിൽ ഇന്ന് പവർ കട്ട് ഇല്ലാതാകാൻ ശ്രീ പിണറായി വിജയന്റെ കാലത്ത് 16 മുതൽ 26 വരെ എടുത്ത സവിശേഷമായ ഇടപെടൽ എന്താണ്? ഇന്ന് കേരളത്തിൽ പവർ കട്ട് ഇല്ലാതിരിക്കുന്നുവെങ്കിൽ അതിന് 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത്. ഒന്ന്, 2012 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും വൈദ്യുതി ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ട് ശ്രീ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് നടപ്പിലാക്കിയ നാഷണൽ ഗ്രിഡ് പോളിസി. അങ്ങനെ 2013 മുതൽ രാജ്യത്ത് എവിടെ നിന്ന് വേണമെങ്കിലും കേരളത്തിലേക്ക് വൈദ്യുതി എത്തിക്കുവാൻ ആവശ്യമായിട്ടുള്ള നയങ്ങൾ ആ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം സോളാർ മേഖലയിൽ ഉണ്ടായ വലിയ തോതിലുള്ള വൈദ്യുതി ഉൽപ്പാദനമാണ്. സോളാറിന്റെ പേരിൽ ഒരുപാട് പഴി കേട്ടിട്ടും നയങ്ങളിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകാതിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഇടപെടലുകളുടെ ഭാഗമായി 2016 14.15 മെഗാവാട്ട് ആയിരുന്ന സോളാർ എനർജിയുടെ പ്രൊഡക്ഷൻ 2026 എത്തുമ്പോൾ പല മടങ്ങ് വർദ്ധിച്ച് 1700 മെഗാവാട്ടിലേക്ക് എത്തിയപ്പോൾ നമുക്ക് മറ്റൊരു മേഖലയിൽ നിന്ന് വലിയ തോതിൽ വൈദ്യുതി എത്തുവാനായി തുടങ്ങി. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് 4 രൂപ 29 പൈസയ്ക്ക് ഉണ്ടാക്കിയിരുന്ന ദീർഘകാല വൈദ്യുതി കരാർ ഈ സർക്കാർ വന്നപ്പോൾ 6 രൂപ 12 പൈസയ്ക്ക് വർദ്ധിപ്പിച്ചത് കാരണമാണ് പിന്നീട് വൈദ്യുതി ചാർജിൽ വർധനമുണ്ടാകുന്നതും ഇപ്പോഴും അങ്ങിങ്ങായി പവർ കട്ടുകൾ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം. ഇനി നിങ്ങൾ പറയൂ, ഈ സർക്കാർ എന്ത് ചെയ്തിട്ടാണ് പവർ കട്ടില്ലാത്ത കേരളം ഉണ്ടായത്? ഇനി മറ്റൊരു കാരണം കൂടിയുണ്ട് കേട്ടോ. നിങ്ങൾ അറബിക്കടലിലേക്ക് തള്ളിയ ഇൻഡോ യു എസ് ന്യൂക്ലിയർ ഡീലും അതുപോലെ തന്നെ നിങ്ങൾ സമരം ചെയ്ത് നിർത്തലാക്കാൻ ശ്രമിച്ച കൂടംകുളം പദ്ധതിയുമൊക്കെ കേരളത്തിന് ഇഷ്ടംപോലെ വൈദ്യുതി എത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളാകുന്നുണ്ട് കേട്ടോ. ഡൽഹി പോലെയുള്ള ക്യാപിറ്റൽ സിറ്റിയിൽ ഉണ്ടായിരുന്ന മെട്രോയെ കൊച്ചു കേരളത്തിലേക്ക് എത്തിച്ച ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്തെയാണോ നിങ്ങൾ ഇരുണ്ട കാലമെന്ന് അടയാളപ്പെടുത്തുന്നത്? വാദത്തിന് വേണ്ടി നിങ്ങൾ പറയാറുണ്ട് ശ്രീ പിണറായി വിജയന്റെ കാലത്താണ് മെട്രോ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന്. അത് ശരിയാണ്, 2017. പക്ഷേ ഉമ്മൻചാണ്ടി സാറായിരുന്നു 2016 വരെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഒരു വർഷം കൊണ്ട് മെട്രോ ട്രാക്ക് പൂർത്തീകരിച്ച് മെട്രോ ഓടി തുടങ്ങുവാൻ പിണറായി വിജയന്റെ കയ്യിൽ മാന്ത്രികതണ്ടൊന്നുമില്ലല്ലോ. എന്താ ഈ സർക്കാർ ചെയ്തത്? ചെടിച്ചട്ടി വെച്ചു, പെയിന്റ് അടിച്ചു, ഉദ്ഘാടനം ചെയ്തു. ഇതല്ലാതെ എന്താണ് ഈ സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ? ഇപ്പോഴും ഫേസ് ടു എക്സ്പാൻഷൻ 10 വർഷമായിട്ടും പെൻഡിംഗ് ആണെന്ന് പറയുമ്പോൾ അറിയാം ഈ സർക്കാരിന്റെ മെട്രോയിലെ കെടുകാര്യസ്ഥത. മാനും മനുഷ്യനും കയറാതെ പാമ്പുകൾ കയ്യേറിയിരുന്ന മൂർഖൻപറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ട്. അതാണ് ഇന്നത്തെ കണ്ണൂർ വിമാനത്താവളം. കേരളം പോലെ പ്രവാസ ലോകത്തെ ഏറെ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എയർപോർട്ട് എന്നുള്ളത് ഉമ്മൻചാണ്ടി സാറിന്റെ ആശയമായി. അതിന്റെ ഭാഗമായിട്ടാണ് കണ്ണൂരിൽ വിമാനത്താവളം കൊണ്ടുവന്നതും അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോഴും നിങ്ങൾ പറയും പിണറായി വിജയന്റെ കാലത്താണ് കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തതെന്ന്. ആ ഉദ്ഘാടനം ചെയ്യുന്ന വർഷം ഏതാണെന്ന് അറിയാമോ? 2018. 16 വരെ ഓർമ്മിപ്പിക്കുന്നു, ഉമ്മൻചാണ്ടി സാറായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. 2 വർഷം കൊണ്ടൊരു വിമാനത്താവളം ഉണ്ടാക്കാൻ പിന്നെയും പിണറായി വിജയന്റെ കയ്യിൽ മാന്ത്രികതണ്ടില്ലെന്ന് നിങ്ങൾ ആലോചിക്കണം. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ടെസ്റ്റ് ഫ്ലൈയുടെ ഭാഗമായി ആദ്യ വിമാനം കണ്ണൂർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുമ്പോൾ EP ജയരാജന്റെ നേതൃത്വത്തിൽ പുറത്ത് സമരമുണ്ടായിരുന്നു. അന്ന് പറഞ്ഞത് റൺവേയുടെ നീളം കുറവാണ് എന്നാണ്. 10 വർഷം കഴിഞ്ഞിട്ടും റൺവേയുടെ നീളമൊന്നും കൂടിയിട്ടില്ല കേട്ടോ. ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവന്ന കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം നടത്തിയെന്നല്ലാതെ ആറന്മുള അടക്കം ശബരി വിമാനത്താവളം അടക്കമുള്ള ഏതെങ്കിലും ഒരു പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയുടെയല്ല, ഏഷ്യയുടെ തന്നെ ഏറ്റവും സാധ്യതയുള്ള തുറമുഖമായി മാറുവാൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖം പദ്ധതിയുമായിട്ട് ഉമ്മൻചാണ്ടി സാർ മുന്നോട്ട് പോകുമ്പോൾ 5000 കോടി മാത്രം ആകെ എസ്റ്റിമേറ്റ് ചെയ്തിരുന്ന പദ്ധതിക്ക് 6000 കോടി രൂപയുടെ കടൽക്കൊള്ള എന്ന അഴിമതി ആരോപണം ഉന്നയിച്ചവരാണ് നിങ്ങൾ. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് അദാനിയുമായി എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ 1000 ദിവസം കൊണ്ട് പണി പൂർത്തീകരിച്ചില്ല എങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന ഓരോ ദിവസത്തെ കാലതാമസത്തിനും അദാനിയുടെ കമ്പനി കേരളത്തിന് നഷ്ടപരിഹാരം തരണമെന്ന് പറയുന്ന എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അതടക്കം വയലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ വൈകിപ്പിച്ച വിഴിഞ്ഞം തുറമുഖം ഇപ്പോഴും ഫുൾ ഫ്ലഡ്ജിലേക്ക് തുറന്നു കൊടുക്കുവാൻ 10 വർഷങ്ങൾക്ക് ശേഷവും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എത്ര വലിയ പരാജയമാണ്. കേരളത്തിൽ ഇനിയും തുടങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്ന 3 തുറമുഖങ്ങൾ എവിടെയൊക്കെയാണ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് എന്നുകൂടി ഒന്ന് പറഞ്ഞു തരാം. പാലാരിവട്ടം പാലം ഓർമ്മയില്ലേ? പാലാരിവട്ടത്ത് മാത്രമല്ല കേട്ടോ, കേരളത്തിൽ 227 ഇടത്താണ് പുതിയ പാലങ്ങൾ 400 ദിവസം കൊണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടത്. അതിനകത്ത് തന്നെ 100 പാലങ്ങൾ വലിയ പാലങ്ങളായിരുന്നു. എന്നിട്ടും അതൊന്നും റിപ്പോർട്ട് ചെയ്യാതെ ഇല്ലാത്ത അഴിമതി ഉന്നയിച്ച്, ഇല്ലാത്ത ബലക്ഷയം ഉന്നയിച്ച് പാലാരിവട്ടം പാലത്തിന്റെ പേരിൽ നിങ്ങൾ ഒരു സർക്കാരിനെ താറടിച്ചിട്ട് വർഷം 10 കഴിഞ്ഞിട്ട് ഇപ്പോഴും ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് നിർമ്മിച്ച അതേ പാലാരിവട്ടം പാലത്തിൽ കൂടി തന്നെയല്ലേ ഈ വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നത്? കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ പറ്റി ഞാൻ പ്രത്യേകം പറയേണ്ടുന്ന കാര്യമില്ല. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കത്രിക മറന്നു വെക്കുന്ന കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിൽ മന്ത്രിക്ക് പെടലിക്ക് മാരകമായ ഒരു രോഗം വന്നിട്ട് ജില്ലാ ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ പോയിട്ടും എന്താണ് രോഗമെന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിയാത്ത കേരളത്തിൽ ഈ സർക്കാരിന്റെ കാലത്തെ ആരോഗ്യരംഗത്തെയും ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്തെ ആരോഗ്യരംഗത്തെയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. കോവിഡിന്റെ കാലത്ത് PR ഒരുപാട് ചെയ്തുവെങ്കിലും പുതിയ കണക്കുകൾ പ്രകാരം എന്താണ് തെളിയിക്കുന്നത്? ഈ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 2ാമത്തെ സംസ്ഥാനം കേരളമാണ്. ഈ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് ഡെത്തുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം കേരളമാണ്. ഈ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് ഡെത്തുകൾ മറച്ചുവെച്ച സംസ്ഥാനവും കേരളമാണ്. അവിടെയാണ് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത്
പുതിയ 16 മെഡിക്കൽ കോളേജ്, അതിന്റെ പാലക്കാട്ടെ മെഡിക്കൽ കോളേജ്, പത്തനംതിട്ടയിലെ കോന്നി മെഡിക്കൽ കോളേജ് അടക്കമുള്ള 16 പുതിയ മെഡിക്കൽ കോളേജുകൾ കൊണ്ടുവന്നൊരു സർക്കാർ. ആ സർക്കാരിന്റെ മെഡിക്കൽ കോളേജുകളെ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് കൊണ്ടുവന്നു എന്നതിന്റെ പേരിൽ മാത്രം അട്ടിമറിച്ച സർക്കാരല്ലേ നിങ്ങളുടേത്? ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഗ്നിബാധയെ തുടർന്ന് 5 പേർ ദാരുണമായി കൊല ചെയ്യപ്പെട്ട സംഭവം. അഗ്നിബാധ ഉണ്ടായപ്പോൾ പെട്ടെന്ന് മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാൻ പറ്റിയിരുന്നെങ്കിൽ ആ രോഗികൾ കൊല്ലപ്പെടുമായിരുന്നില്ല. തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് 2ാമത്തെ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നതാണല്ലോ. അതിന്റെ കെട്ടിടത്തിന്റെ നിർമ്മാണവും അതുപോലെ തന്നെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരവും എല്ലാം പൂർത്തീകരിച്ചിട്ടും ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവന്നു എന്നതിന്റെ ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് അത് തുറന്നു കൊടുക്കാത്ത സർക്കാരല്ലേ പിണറായി വിജയന്റെ സർക്കാർ? നിങ്ങളല്ലേ ആ 5 കൊലപാതകങ്ങൾക്ക് ഉത്തരവാദികൾ? ഈ സർക്കാരിന്റേതായ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം നാഷണൽ ഹൈവേ ആണ്. തള്ളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പാറശാലയ്ക്ക് അപ്പുറവും മഞ്ചേശ്വരത്തിന് ഇപ്പുറവും ദേശീയപാതയില്ല, ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന്. ദേശീയപാത നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിന് യാതൊരു പങ്കുമില്ല. ആ മുതൽ ക്ഷ വരെ ചെയ്യുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ഇത് എന്റെ വാക്കുകളല്ല. 22/5/2025 ഹൈവേ തകർന്നപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളാണ്. ഊളിമാട് പാലം തകരുമ്പോൾ കാറ്റിന്റെ കുഴപ്പം, കരാറുകാരന്റെ കുഴപ്പം. ചെറിയൊരു കലിന് കെട്ടിയാൽ എന്റെയും എന്റെ റിയാസിന്റെയും ക്രെഡിറ്റ് എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തന്നെ വാചകങ്ങളാണിത്. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്, ഈ സർക്കാരിന്റെ കാലത്താണ് അത്രയും ഭൂമി ഏറ്റെടുക്കുവാൻ കഴിഞ്ഞത്. മുൻ സർക്കാർ അത് പൂട്ടിപ്പോയിരുന്നു അത്രയും. യാഥാർത്ഥ്യം എന്താണ്? 2013 ശ്രീ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ന്യായമായ കോമ്പൻസേഷൻ കൊടുക്കുന്ന പുതിയ ഒരു നിയമം ഈ രാജ്യത്ത് കൊണ്ടുവരുന്നത്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് 2014 തൊട്ട് ഇങ്ങോട്ടാണ് ന്യായ വില കിട്ടി തുടങ്ങിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ ഭൂമി കൊടുക്കുവാൻ തയ്യാറായത്. ഇനിയൊന്ന് പറയട്ടെ, കോഴിക്കോട് അടക്കം പാലക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ ദേശീയ ഹൈവേക്കെതിരായിട്ട് ഏറ്റവും അധികം സമരം ചെയ്തവരാണ് നിങ്ങളല്ലേ. ദേശീയ ഹൈവേക്കെതിരായിട്ട് സമരം ചെയ്ത മുരളിയെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനാക്കിയ പാർട്ടിക്കാരല്ലേ നിങ്ങൾ? ഈ സർക്കാരിന്റെ മറ്റൊരു നേട്ടമായി പറയുന്നത് ഗെയിൽ വാതക പൈപ്പ് ലൈൻ നടപ്പിലാക്കിയെന്നാണ്. ഗെയിൽ ഭൂമിക്കടിയിലെ വാതക ബോംബ് എന്ന് മുദ്രാവാക്യം വിളിച്ച് സമരം ചെയ്ത പി രാജീവാണെന്ന് കേരളത്തിന്റെ വ്യവസായ മന്ത്രി എന്നുകൂടി ആലോചിച്ചിട്ട് വേണം സർക്കാർ അങ്ങനൊരു അവകാശവാദം ഉന്നയിക്കാൻ. രാജീവിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഈ സർക്കാരിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമായി പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 5 ലക്ഷം പുതിയ സംരംഭങ്ങൾ തുടങ്ങിയെന്നാണ്. അതിന്റെ കണക്ക് നമുക്ക് നോക്കാം. കേരളത്തിൽ ആകെയുള്ളത് 941 ഗ്രാമപഞ്ചായത്തുകളാണ്. അങ്ങനെ നോക്കുമ്പോൾ ആകെ 5 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ വരണമെങ്കിൽ ഒരു പഞ്ചായത്തിൽ 531 പുതിയ സംരംഭങ്ങൾ തുടങ്ങണം. ഇനി നിങ്ങൾ പറയൂ, നിങ്ങളുടെ പഞ്ചായത്തിൽ ഈ 5 വർഷം കൊണ്ട് വന്ന പുതിയ ആ 531 വേണ്ട, 500 വേണ്ട, 200 പുതിയ സംരംഭങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ? വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തിയെന്നാണ് നിങ്ങൾ പറയുന്ന മറ്റൊരു അവകാശവാദം. 2016 1 കിലോ അരിയുടെ വിലയും 2026 1 കിലോ അരിയുടെ വിലയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ 30 രൂപയുടെ വ്യത്യാസമെങ്കിലും ഏറ്റവും ചുരുങ്ങിയതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം വിലക്കയറ്റത്തെ പറ്റി ബാക്കിയുള്ള റോക്കറ്റ് സയൻസുകളെല്ലാം നിങ്ങൾ പറയാനായിട്ട്. ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾ പറയാനാണെങ്കിൽ ഒരു വലിയ പട്ടിക തന്നെയുണ്ട്. പറയാൻ ഒരു ദിവസമൊന്നും മതിയാകാതെ വരും 10 വർഷത്തെ ദുരിത ജീവിതം. പക്ഷെ അത് പറയേണ്ടുന്ന കാര്യമില്ല. ബസ്സിന്റെ പുറത്ത് നിങ്ങൾ എത്രയൊക്കെ സ്റ്റിക്കർ PRDയുടെ ഒട്ടിച്ചു വെച്ചാലും ബസ്സിനകത്ത് യാത്ര ചെയ്യുന്ന മനുഷ്യന്മാർക്ക് അറിയാമല്ലോ കഴിഞ്ഞ 10 വർഷക്കാലമായി അവർ അനുഭവിക്കുന്ന സത്യമായ ജീവിതത്തെ പറ്റി. ഇതുപോലെയുള്ള വ്യാജ വാഗ്ദാനങ്ങളുടെ, ഇതുപോലെയുള്ള വ്യാജ അവകാശവാദങ്ങളുടെ കോടാനുകോടികൾ മുടക്കിയിട്ടുള്ള PR തട്ടിപ്പുകളുടെ കാലമായിരുന്നില്ല ഉമ്മൻചാണ്ടി സാറിന്റെ കാലം. നിങ്ങൾ എത്ര വേട്ടയാടിയിട്ടും, നിങ്ങൾ എത്രയൊക്കെ കടന്നാക്രമിച്ചിട്ടും ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി, ഈ നാടിന്റെ ക്ഷേമത്തിന് വേണ്ടി, ഈ നാട്ടിലെ മണ്ണിനെയും മനുഷ്യനെയും ചേർത്ത് പിടിക്കുവാൻ വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച ആ മനുഷ്യനെ പറ്റി ആ കല്ലറയിൽ എഴുതിയിരിക്കുന്ന വാചകം മാത്രമേ ഓർമ്മപ്പെടുത്തുവാനുള്ളൂ. സത്യമായും ആ മനുഷ്യൻ നീതിമാനാണ്. കണ്ടില്ലേ എത്ര ഷാർപ്പായിട്ടാണ് രാഹുല് ഈ ചോദ്യം ചോദിക്കുന്ന ഉത്തരം പറഞ്ഞത്. ഇന്ന് ഇത് കാണുന്ന ഓരോ കേരളീയരും ചിന്തിക്കും, ഇതുപോലെ രാഹുലും ഷാഫിയും ഈ യുവ നേതൃത്വവും മുന്നിൽ നിന്ന് നയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ പിണറായി വിജയനെയും സംഘത്തെയും ഇടതുപക്ഷത്തെയും നാവടപ്പിക്കുവാൻ ഈ യൂത്ത് ബ്രിഗേഡ് മാത്രം മതിയായിരുന്നു എന്നവർ കരുതില്ലേ? അതെ, തീർച്ചയായും. സുനിൽ പറഞ്ഞ ഈ ഒരു യൂത്ത് ബ്രിഗേഡ് വന്നിരുന്നുവെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിച്ഛായ മാറുമായിരുന്നു, ഇടതുപക്ഷം വലിയ തോതിൽ പ്രതിസന്ധിയിലാകുമായിരുന്നു. കാരണം പിണറായി വിജയനും LDF ഉന്നയിച്ച ഓരോ ആരോപണങ്ങളെയും തെളിവുകൾ, കണക്കുകൾ നിരത്തിയാണ് രാഹുൽ ഖണ്ഡിക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു യുവ നേതൃത്വം വന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ പിണറായി വിജയനൊരു ഈസി വാക്ക് ഓവർ സാധ്യമാകുമായിരുന്നില്ല. അവർ ആ ഒരു പ്രതീക്ഷ പോലും അസ്തമിച്ചു പോകുമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു യൂത്ത് ബ്രിഗേഡ്, രാഹുലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ബ്രിഗേഡ് വന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് ആ വരവ് LDF തീർച്ചയായിട്ടും ഒരു വലിയ പ്രതിരോധം തന്നെ ഉണ്ടാക്കുമായിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിലെ നേതൃത്വത്തിനും ഈ നമ്മൾ പറയുന്ന മുതിർന്ന ഈ VD സതീശൻ അടക്കമുള്ളവരും പ്രതികൂട്ടിലാകുമായിരുന്നു. അവർക്കും ഇത്തരത്തിൽ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ വികാരങ്ങളെ ഇളക്കിവിടാനും അത്തരത്തിൽ പെരുമാറാനും കഴിയുന്ന ഒരു ലീഡർ എന്ന നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ കാണേണ്ടത്. കോൺഗ്രസും LDF ഒരേപോലെ ഭയക്കുന്ന ഒരാളാണ് രാഹുൽ എന്ന് നമുക്ക് പറയേണ്ടി വരും, അല്ലേ? നമുക്ക് ഇനിയും
കെ.സി. വേണുഗോപാൽ സംഘടനാ സെക്രട്ടറിയുടെ ചുമതലയുള്ള കെ.സി. വേണുഗോപാൽ ഈ വിഷയം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയതാണ്, ഒരു സംഘടന എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് പുറത്താക്കിയതാണ്. പക്ഷെ അയാൾ വന്ന് വീണ്ടും അഭിപ്രായം പറയുന്നു, ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാവും, അതൊരു വ്യക്തിയുടെ അഭിപ്രായമാണ്. ഏതായാലും നമുക്ക് ആ കെ.സി. പറഞ്ഞത് എന്താണ് എന്ന് ഒന്ന് കാണിച്ചു തരാം. സോഷ്യൽ മീഡിയയിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി പ്രചരണം വളരെ സജീവമായി രീതികളും വീഡിയോയുമായി പോകുന്നുണ്ട്. പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണോ അതോ? ഇല്ല 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 പാർട്ടി നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പ്രചരണം നടത്താൻ അവകാശമില്ലാത്ത ഒരു നാടാണോ ഇത്? അപ്പൊ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രമെല്ലാം കോൺഗ്രസിൻ്റെതാണ്. കോൺഗ്രസിൽ ഇപ്പം നടപടിയെടുത്ത് പുറത്താക്കിയിരിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം രൂപപ്പെടുന്നതാണ്, പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നുമല്ല അത് നടക്കുന്നത്. സുനിൽ, ഇപ്പോൾ കെ.സി. വേണുഗോപാൽ പറഞ്ഞത് ആർക്കും പറയാവുന്ന ഒരു ന്യായമാണ്. പക്ഷേ അതിൽ എത്രത്തോളം ധാർമ്മികതയുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളാണ്, AICC നേതാവാണ്, ദേശീയ നേതാവാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ തടയാനാകുന്നില്ല? ഇദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒരു ഗതികേട്, അല്ലെങ്കിൽ ആ തടയാനാകാത്ത അവസ്ഥയെ വേണുഗോപാലിന്റെയും അതുപോലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെയും ഗതികേട് എന്ന് പറയാം. സ്വയം പ്രധാനാർത്ഥം എന്ന് പറയുന്ന പോലെ ഇവർ സ്വയം വരുത്തി വെച്ച വീന. അതായത് തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മിടുക്കനായ യുവനേതാവിനെതിരെ ആരോപണം വന്നപ്പോൾ അയാളെ സംരക്ഷിക്കുവാൻ സാധിക്കാതെ ഇത്തരത്തിലുള്ള കഴിഞ്ഞ 5.5-6 മാസക്കാലം വിഴുപ്പലക്കൽ UDFന്റെ കോർട്ടിൽ കിടന്ന് ഇടതുപക്ഷത്തിന് കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അവസാനം കോടതിയിൽ ആ വിഷയം കോടതി എടുത്ത് ദൂരെ കളഞ്ഞിട്ട് പോലും അതിന്റെ ക്ലെയിം കണ്ടോ, ഞങ്ങളുടെ യുവനേതാവിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചതാണ് എന്ന് ഇവർക്ക് ശക്തമായി തിരിച്ചു വരുവാനുള്ള ഒരു അവസരം ഉണ്ടായിട്ട് പോലും അതുപോലും ചെയ്യാതെ അവസാനം ഇയാളെ വിരട്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പോലും നിൽക്കരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വിരട്ടി നിന്നപ്പോൾ ഈ രാഹുൽ വിഷയം ഇതോടുകൂടി അവസാനിച്ചു എന്നിരുന്നപ്പോഴാണ് ഈ അവസാന നിമിഷം രാഹുൽ ഈ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. അന്നേരം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസ് നേതൃത്വത്തിന് എന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ? എന്തെങ്കിലും പറഞ്ഞാൽ രാഹുൽ കൃത്യമായിട്ടും പറയും, ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, നിങ്ങൾ എന്തിന് എന്നെ കുറിച്ച് വിലപിക്കുന്നു? നിങ്ങൾ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്, ഞാനൊരു പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്നും കോൺഗ്രസിനെ നീക്കം ചെയ്യുവാൻ നിങ്ങൾക്ക് ആർക്കും സാധിക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ അവസാന ശ്വാസം വരെ ഈ കോൺഗ്രസിന് വേണ്ടി, ഈ പാർട്ടിക്ക് വേണ്ടിയും ഞാൻ പറയും, ഇതിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും ഇവന്മാർ നാണങ്ങളും പ്രതിസന്ധിയിലാകും. അന്നേരം അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെ പറഞ്ഞു രക്ഷപ്പെടാനേ പറ്റത്തുള്ളൂ. അന്നേരം സതീശനായിക്കോട്ടെ, കെ.സി. വേണുഗോപാൽ ആയിക്കോട്ടെ, കോൺഗ്രസിൻ്റെ ഏത് വക്താക്കൾ ചമയുന്ന ആളുകളുമായിക്കോട്ടെ, അവർക്ക് രാഹുൽ വിഷയത്തിൽ ഒന്നും മിണ്ടാതെ തലയാട്ടി അതെ എന്ന് തലയാട്ടി കൊടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ പറയുന്നത് എന്താ പറയുന്ന ലോഡഡ് വിത്ത് അത്രയും സ്ട്രൈക്കിംഗ് കപ്പാസിറ്റി ഉള്ള കൃത്യമായ ചാട്ടുളി പോലുള്ള മറുപടികളാണ് കൊടുക്കുന്നത്. അന്നേരം ഞങ്ങൾ കൊല്ലാൻ ശ്രമിച്ചവനാണെങ്കിലും അവൻ്റെ ആ കമന്റ് കൊണ്ട് നേട്ടം ഉണ്ടാകുന്നെങ്കിൽ അത് പോരട്ടെ, മിണ്ടാതിരുന്ന് തലയാട്ടാമെന്ന ഒരു ഗതികേടിലാണ് സത്യം പറഞ്ഞാൽ. തീർച്ചയായും ഈ ചർച്ച അത്തരത്തിൽ അവസാനിപ്പിക്കാൻ തോന്നുന്നു. കാരണം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു ഗതികേട് കൂടിയാണ് ഇത് എന്ന് പറയും. കാരണം പുറത്താക്കി എന്ന് പറയുന്നു, തൊട്ടടുത്ത ദിവസം രാഹുൽ വർദ്ധിത വീര്യത്തോടു കൂടി വന്നിട്ട് കോൺഗ്രസിൻ്റെ വക്താവായി മുന്നിൽ നിന്നുകൊണ്ട് LDF നിരത്തിയിട്ടുള്ള ഓരോ ആരോപണങ്ങളെയും എണ്ണി ഖണ്ഡിക്കുമ്പോൾ ഈ നേതാക്കളാണ് പ്രതിസന്ധിയിലാകുന്നത് എന്നാണ് ചുരുക്കം. അതെ, പാലക്കാട്ടെ ജനങ്ങൾ ചിന്തിക്കേണ്ടുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഇത്തരം ഒരു ആരോപണങ്ങൾ ഉന്നയിച്ച് ഇതുപോലൊരു യുവനേതാക്കിനെ ഇത്രയും ക്രൂഷ്യൽ സമയത്ത്, അതായത് ബാറ്റിൽ ഡിക്ലെയർ ചെയ്ത് പടപ്പുറപ്പാടിന് പുറംപെടുമ്പോൾ തന്നെ പടനായകനായിട്ട് നിൽക്കേണ്ടുന്ന ഒരു യുവനാഥിനെ വെട്ടി താഴെ കളയുമ്പോൾ ഇവർ ഓർക്കേണ്ടുന്നത് അയാളെ റീപ്ലേസ് ചെയ്താൽ അത്തരത്തിലുള്ള ഒരു ഏബിൾ ആയിട്ടുള്ള ഒരുത്തൻ തങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് ഇവർ ആലോചിക്കണം. ഇല്ല, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും യുവനേതാക്കന്മാരും മുന്നിൽ നിന്ന് പട നയിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഈ ശബരിമല ഇഷ്യൂ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചർച്ചാ വിഷയം വേണ്ടിയിരുന്ന ശബരിമല കൊള്ള, ഇതുപോലെ ആയിരക്കണക്കിന് വിഷയങ്ങളിൽ ഒന്നായി ജനങ്ങളുടെ വിസ്മൃതിയിലേക്ക് പോകുമായിരുന്നോ എന്നൊരവസ്ഥ ഇവിടുത്തെ ജനങ്ങൾ ചിന്തിക്കണം. അത് ഇവന്മാരുടെ ഒരു കഴിവുകേടാണ്. അതുപോലെ തന്നെ ഓരോ കള്ളത്തരങ്ങളും PRDയുടെ പണം ഉപയോഗിച്ച് KSRTC ബസ്സിലും ഹോർഡിങ്ങുകളിലും അവിടെയും ഇവിടെയും പത്രങ്ങളിലുമെല്ലാം പോയിന്റായിട്ട് ഞങ്ങളുടെ വികസന നേട്ടങ്ങളായി എണ്ണി പറഞ്ഞപ്പോൾ അതിനെ പ്രതികരിക്കേണ്ടുന്ന, അതിനെ കൗണ്ടർ ചെയ്യേണ്ടുന്ന VD സതീശനോ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റു നേതാക്കന്മാരും വായിൽ വെള്ളവും ഒഴിച്ചിരുന്നപ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടുന്ന, അതിൻ്റെ മുനയൊടിക്കേണ്ടുന്ന ആ ചുമതല ഈ യുവമാർ പുറത്താക്കപ്പെട്ട ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നത് യുവമാരുടെ ഏറ്റവും വലിയ ഗതികേടാണ്. അന്നേരം അതുകൊണ്ട് അതിനേക്കാളല്ലോ ഉപരി ഇന്നിതാ ഞങ്ങൾക്ക് അപ്രകാരം ഒന്നുമില്ല എന്നിട്ട് അതിലെല്ലാം ഉപരി ഇന്നലെ VD സതീശന്റെ ഒരു നാടകം കാണണം. ആ നാടകം നമുക്കൊന്ന് കണ്ട ശേഷം ഉടനെ നമുക്ക് തിരികെ വരാം. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ചങ്കുപൊട്ടിയിട്ട തീരുമാനം എടുത്തെന്ന് പറയുന്നത് വിഷമം ഉണ്ടാവും നമുക്ക്.
പക്ഷെ അത് ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവമാണ്. അതെന്താണ് അത് അങ്ങനെ തീരുമാനം എടുത്തു, ഒറ്റപ്പെട്ട സംഭവം. അതിനർത്ഥം എല്ലാവരും അങ്ങനെയാണെന്നല്ലല്ലോ. ഒരുപാട് വേറെ ഒരുപാട് ആളുണ്ടല്ലോ, ഇതിൻ്റെ കൂടെ ഒരുപാട് ആളുണ്ടല്ലോ, ഒരാളല്ലല്ലോ, ആളുണ്ടായിരുന്നു. ഞാനത് എത്രയും വിഷമം അനുഭവിച്ച ജീവിതത്തിൽ തന്നെ, രാഷ്ട്രീയ ജീവിതത്തിൽ അത്രയും വിഷമം അനുഭവിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. കേരളം മുഴുവൻ എരമ്പി വന്നാലും, ഞാൻ പറഞ്ഞു അറബിക്കടൽ പോലെ എരമ്പി വന്നാലും ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനത്തിൽ മാറില്ല. അത് നിലപാട്. അത് കുറെ കഴിയുമ്പോൾ ആൾക്കൂട്ടത്തിന് ബോധ്യം വരും, നിലപാടുകളിൽ മാറ്റം വരാൻ പാടില്ല. കണ്ടല്ലോ, ഈ നാടകം ഇന്നലെ ഏങ്ങലടിച്ച് പറയുകയാണ്, ഞാൻ വളരെയേറെ മനോവ്യതയോടുകൂടിയാണ് ഇയാൾക്കെതിരെ ഇപ്രകാരം ഒരു നടപടി എടുത്തത് എന്ന് പറഞ്ഞ് 2 പണി ഒരുമിച്ച് ചെയ്യുക. ഉപദേശവും ഊഞ്ഞാലാട്ടും ഒരുമിച്ച് നടന്നിട്ട് ഇന്നിതാ രാഹുൽ ഗാന്ധി അവസാന ലാപ്പിൽ കൊണ്ട് പാലക്കാട് ഇറങ്ങി ഉഴുതുമറിക്കുക. എന്തിനാ? തങ്ങളുടെ കോമഡി താരത്തെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടക്കുക. ഒരേ വായിക്കൊണ്ട് ഇവന്മാർ ഇതിപ്പോൾ ചെയ്തെന്ന് ഓർക്കണം. അന്നേരവും ഇവന്മാർ ഈ ഇരട്ടത്താപ്പ് പാലക്കാട്ടെ ജനങ്ങൾ തിരിച്ചറിയണം. ഈ മിടുക്കനായ നിങ്ങളിപ്പോൾ കണ്ട ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതുപോലെ ശോഭക്കേട് ചെയ്ത് നശിപ്പിക്കുവാൻ ശ്രമിച്ച ഈ വി.ഡി. സതീശനും സംഘത്തിനും തക്കതായ മറുപടി കൊടുക്കണമെങ്കിൽ പാലക്കാട്ട് യാതൊരു കാരണവശാലും ഇവന്മാരുടെ കാൻഡിഡേറ്റായ ഈ കോമഡി താരം വിജയിക്കണോ. അയാൾ നല്ല കോമഡി താരമാണ്, സുമുഖനാണ്, സുന്ദരനാണ്, നല്ല കഴിവുള്ള ചെറുപ്പക്കാരനാണ്. പക്ഷേ ഈ തരുണത്തിൽ ആ പാവപ്പെട്ടവനെ ഇവിടെ ഒരു ബലിയാടാക്കി കെട്ടിയിറക്കി ഇതിൻ്റെ പിന്നിൽ ഇവന്മാർ നടത്തുന്ന ഈ ആട്ടം പാലക്കാട്ടെ ജനങ്ങൾ മനസ്സിലാക്കണം. അതിന് നിങ്ങൾ തക്കതായ രീതിയിൽ നിങ്ങൾ ഇയാളെ പരാജയപ്പെടുത്തുക തന്നെ വേണമെന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുന്നു. എങ്കിൽ മാത്രമേ രാഹുലിനോട് ചെയ്ത ഈ ശോഭകേടിന് ഒരു മറുപടിയാകൂ. രാഹുലിന് ശക്തമായി തിരിച്ചു വരുവാനുള്ള ഒരു മാർഗവും ഉണ്ടാകും. തീർച്ചയായും ഈ ചർച്ചയുടെ ചുരുക്കം ഇതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ഒരു ഗെയിം ചേഞ്ചർ ആയി മാറുമായിരുന്നു, സംശയമില്ല. തീർച്ചയായും അങ്ങനെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.